Hi everyone, this is Abin here from Evika. അങ്ങനെ നമ്മുടെ iOS 16.2ൻ്റെ ഡെവലപ്പർ ബീറ്റ 1 ഇപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ iOS 16.1 ഒഫീഷ്യൽ റിലീസിന് ശേഷം അപ്പോൾ തന്നെ നമ്മുടെ ആപ്പിൾ iOS 16.2ൻ്റെ ഡെവലപ്പർ ബീറ്റ 1 ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ നമുക്ക് ഈ പറയുന്ന പബ്ലിക് ബീറ്റ 1ഉം എന്തായാലും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബീറ്റ വന്നിരിക്കുന്നത് ഏകദേശം 4.8 GB ഐഫോൺ 11 അതിൽ പല ഡിവൈസിലും പല സൈസിലായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 16.2 ബീറ്റ 1 റിലീസ് ചെയ്യുന്നുണ്ട്, WatchOS 9.2 ബീറ്റ 1 റിലീസ് ചെയ്യുന്നുണ്ട്, macOS 13.1 ബീറ്റ 1 റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നീട് tvOSഉം HomePodOSഉം 16.1 ബീറ്റ 2 ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ iOS 16.2 ബീറ്റ 1ൻ്റെ വിശേഷങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഡെലിവറി വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അപ്പോൾ തുടക്കം തന്നെ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിൽ പോയിട്ട് അവിടെ ജനറൽ എടുക്കുക, അവിടെ എബൌട്ട് സെക്ഷൻ, പിന്നെ നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും iOS 16.2 20C5032E എന്ന്. അതായത് നമുക്കൊരു 4-5 ബീറ്റാസ് മിക്കവാറും കാണാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫേമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കണക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേഷനിൽ നമുക്കത് മാറാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ മാറ്റങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ഈ പറയുന്ന iOS 16.2ൽ ആപ്പിൾ ഇന്ത്യയിലെ 5G എനേബിൾ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഈ ഒരു ബീറ്റയിൽ നമുക്കത് കിട്ടിയിട്ടില്ല. വരുന്ന അപ്ഡേറ്റ്സിൽ നമുക്ക് മിക്കവാറും ഈ പറയുന്ന ഐഫോണിൽ നമുക്ക് 5G എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ആദ്യത്തെ മാറ്റം എന്ന് ചോദിക്കുന്നത്, നമ്മൾ സെറ്റിങ്സിൽ ജനറലിൽ പോവുക, അവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 16.2 എന്ന്. പക്ഷേ ഈ ഒരു 16.2 എന്ന് പറയുന്ന ആ ഒരു ഫോണ്ട് കുറച്ചും കൂടെ ബിഗ്ഗറായിട്ടും ബോൾഡായിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ചേഞ്ച് അല്ല, എന്നാലും ഈ ഒരു അപ്ഡേഷനിൽ വന്ന ഏറ്റവും നോട്ടീസ് ചെയ്യുന്ന ഒരു അപ്ഡേഷനാണ് ഈ വന്നിരിക്കുന്നത്. പിന്നീട് വന്ന മാറ്റം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ പറയുന്ന WWDC 2022ലും പിന്നീട് നമ്മുടെ ഐപാഡ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐപാഡിലും നമുക്ക് ഈ ഒരു കാര്യം, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ലിങ്ക് ആപ്പിൾ തന്നായിരുന്നു. അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഫ്രീ ഫോം എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ്. ഈ ഒരു ആപ്പ് നമ്മുടെ iOS 16.2 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ഫ്രീ ഫോം എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു സ്കെച്ചിങ്ങും കാര്യങ്ങളും നമ്മുടെ ഐഫോണിലും ഐപാഡിലും മാക്ബുക്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റിയൽ ടൈമായിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ആപ്പാണ് ഈ പറയുന്ന ഫ്രീ ഫോം എന്ന് പറയുന്നത്. ഈ ഒരു ആപ്പ് ഏറ്റവും കൂടുതൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മുടെ ഐപാഡിലും മാക്ബുക്കിലും ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഈ പറയുന്ന iOS 16.2 ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ ഡിവൈസിലും കിട്ടുന്നതായിരിക്കും. പിന്നീട് വന്ന മാറ്റം നമ്മുടെ ലൈവ് ആക്ടിവിറ്റിയിലാണ്. ലൈവ് ആക്ടിവിറ്റിയിൽ നമ്മൾ സെറ്റിങ്സിൽ പോയി നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ നമ്മുടെ TV എന്ന ഓപ്ഷൻ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ താഴത്തേക്ക് നമ്മുടെ iOS 16.1ൽ ഈ ഒരു ലൈവ് ആക്ടിവിറ്റി എന്ന ഓപ്ഷൻ ആപ്പിൾ റിമൂവ് ചെയ്തായിരുന്നു. പക്ഷേ ഈ ഒരു iOS 16.2ൽ ആപ്പിൾ അത് തിരിച്ചുകൊണ്ടുണ്ട്. അത് ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് വലുതായിട്ടൊരു ഡീറ്റെയിൽസും കാണിക്കുന്നില്ല. പക്ഷേ അപ്കമിങ് ബീറ്റയിൽ ഈ ഒരു ആക്ടിവിറ്റിയും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നതാണ്. പിന്നീട് പറയാനുള്ള കാര്യം, നമ്മുടെ ആപ്പ് സ്റ്റോറിൽ നമുക്കിനി കുറച്ചും കൂടെ ആഡുകൾ പുഷ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കാരണം ആപ്പിൾ ഇപ്പോൾ തന്നെ ആപ്പ് സ്റ്റോറിൽ കുറച്ചധികം ആഡുകൾ പുഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എണ്ണം കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ആഡ് കാണുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്കിപ്പോൾ ആഡായിട്ടൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഒന്നും കൂടെ നോക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആഡൊന്നും കാണുന്നില്ല. നമ്മുടെ സെർച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു ആഡ് കാണാം. പിന്നെ ഞാനൊരു എന്തെങ്കിലും ഒരു ആപ്പ് സെർച്ച് ചെയ്തു. ആപ്പ് സെർച്ച് ചെയ്യുമ്പോഴും ഇവിടെയും നമുക്ക് ആഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ നമ്മുടെ ആപ്പ് സ്റ്റോറിൽ കുറേയധികം അഡ്വർടൈസ്മെൻറ്റ് പുഷ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത മാറ്റം നമ്മുടെ എമർജൻസി SOSലാണ്. എമർജൻസി SOS എടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, നമുക്കിവിടെ
കോൾ വിത്ത് 3 പ്രസസ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ കോൾ വിത്ത് 3 പ്രസസ് നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. നമുക്കിപ്പോൾ എമർജൻസി SOS ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്യാൻസൽ ചെയ്തു. അത് ക്യാൻസൽ ചെയ്തതിന് ശേഷം ഫോൺ അൺലോക്ക് ചെയ്ത് നമ്മൾ നോട്ടിഫിക്കേഷൻ സെൻറ്റർ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, എമർജൻസി SOS എന്നുണ്ട്. യുവർ ഐഫോൺ ഇനീഷ്യേറ്റഡ് എമർജൻസി SOS അറ്റ് 5:24 എന്ന്. നമ്മൾ ആ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മളൊരു പേജിലേക്ക് റീഡയറക്റ്റ് ആവും. ആ ഒരു പേജിൽ ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അൺഇൻറ്റൻഷണൽ SOS കോൾ എന്ന്. പിന്നീട് നമുക്ക് കാണിക്കും ഡിഡ് യു ഇൻറ്റൻഷനലി ട്രിഗേർഡ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിന് ആൻസറോടെ കൊടുക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ ഐഫോണിൻ്റെ ഏത് മോഡലാണ്, പിന്നീട് താഴത്ത് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ആഡ് ചെയ്യാനും പിന്നീട് കുറച്ച് ടെക്സ്റ്റും ഉണ്ട്. ഈ ഒരു ടെക്സ്റ്റിൽ അവർ പറയുന്നത് ഈ ഒരു ടൂള് ഇപ്പോൾ ആപ്പിൾ ജനറേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഐഫോണിൽ വരുന്ന ചില മിസ്റ്റേക്കുകൾ തിരുത്താൻ വേണ്ടിയാണെന്നാണ് ഇപ്പോൾ ആപ്പിൾ ഇത് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും അറ്റാച്ച്മെൻറ്റ് ആഡ് ചെയ്തിട്ട് നമുക്കത് സബ്മിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. ഇതും നമ്മുടെ ഈ പറയുന്ന iOS 16.2ൻ്റെ പുതിയ ഒരു അപ്ഡേറ്റ് ആണ്. ബഗ് ഫിക്സസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഫീഡ്ബാക്ക് ആപ്പിൽ നമുക്ക് റിലീസ് നോട്ട് നോക്കാം. നമ്മൾ റീസെൻ്റ്ലി ആക്ടിവേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും iPadOS 16.2 എന്ന്. നമ്മളത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫുൾ റിലീസ് നോട്ട് ഇവിടെ കാണാൻ പറ്റും. നോൺ ഇഷ്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഓരോ ഇഷ്യൂസും നമുക്ക് വന്നിരിക്കുന്ന ബഗ്ഗുകളാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റേജ് മാനേജറിൽ ഒരു നോൺ ഇഷ്യൂ വന്നിട്ടുണ്ട്, ഫ്രീ ഫോമിൽ നമുക്കൊരു ബഗ് വന്നിട്ടുണ്ട്. പിന്നീട് റിസോൾവ് ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ബഗ് ഫിക്സ് ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. TV ആപ്പിലും നമുക്കൊരു ബഗ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും ആപ്പിൾ നമ്മുടെ ഈ പറയുന്ന സ്ക്രീനിൻ്റെ ഫ്ലിക്കറിങ്ങിൻ്റെ ആ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റിലീസ് നോട്ടിൽ ആപ്പിൾ ആ ഒരു കാര്യം എന്തായാലും ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസും സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് എനിക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ഗീക്ക് ബെഞ്ച് കോണിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ സിംഗിൾ കോർ വരുന്നത് ഏകദേശം 1309ലും മൾട്ടി കോറിൽ വരുന്നത് 3382 ആണ്. അത്യാവശ്യം ഡീസൻ്റായ ഒരു പെർഫോമൻസ് എനിക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നീട് നമ്മുടെ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്ത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 3-4 ദിവസം തറവായിട്ട് യൂസ് ചെയ്തതാണ് നമുക്ക് ഈ പറയുന്ന ബാറ്ററി പെർഫോമൻസിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പം എൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് 87% ഇപ്പോൾ എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നത്. നേരത്തെ 88 ഇപ്പോൾ ഒരു പെർസെൻറ്റേജ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നീട് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് എനിക്ക് ലഭിക്കുന്നുണ്ട്. എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 5 മണിക്കൂറും 57 മിനിറ്റും, എൻ്റെ സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 26 മിനിറ്റുമാണ്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് എനിക്ക് ഈ പറയുന്ന iPhone 11ൽ ഈ ഒരു ബാറ്ററിയിൽ കിട്ടുന്നുണ്ട്. ഞാൻ ബാറ്ററി ഒന്നും ഇത്രയും നാളായിട്ട് യൂസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ തേർമൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യം. തേർമൽ മാനേജ്മെൻറ്റിൽ എനിക്ക് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഇത്രയും ഞാൻ ഷൂട്ട് ചെയ്തിട്ടും ഒരു ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ഈ ഒരു സൈഡ് ബാറിൽ നിന്നാണെങ്കിലും എനിക്ക് വലുതായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല തേർമൽ മാനേജ്മെൻറ്റ് ഈ ഒരു OSൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് എന്നാണ് ഈ പറയുന്ന iOS 16.2 ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും അടുത്ത ബീറ്റ കാണാൻ പോകുന്നത് നവംബർ മാസത്തിൽ ഒന്നെങ്കിൽ ഫസ്റ്റ് വീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ആയിരിക്കും. കൂടുതൽ നമുക്ക് ചാൻസ് ഉള്ളത് നമ്മുടെ സെക്കൻഡ് വീക്കിൽ 8th അല്ലെങ്കിൽ 9th വരാനുള്ള ചാൻസാണ് നമുക്ക് കാണുന്നത്. അതേപോലെ ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്നായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് ഡിസംബറിൽ അല്ലെങ്കിൽ ആ ഒരു നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ ആ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിൽ നമുക്ക് ഈ പറയുന്ന iOS 16.2ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 16.2ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ OSൻ്റെ വീഡിയോസും എല്ലാ കാര്യങ്ങളും നിങ്ങൾ മിസ് ചെയ്യാതെ കാണുകയും ചെയ്യും. ആൻഡ് നിങ്ങളൊന്നും കൂടെ ഞാൻ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതോടൊപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ
in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.